പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്ക് സിലബസ് ഒന്നുകൂടി പരിചയപ്പെട്ടുകൊണ്ട് നമുക്ക് പഠിക്കാനുള്ള ഭാഗങ്ങളിലേക്ക് പോവാം. 4 മൊഡ്യൂളുകളായിട്ടാണ് നമുക്ക് പഠിക്കാനുള്ള സിലബസ് ഫസ്റ്റ് സെമ്മിലെ. അപ്പം അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ മൊഡ്യൂളിൽ വരുന്നത് ലേഖനങ്ങളാണ്. 4 ലേഖനങ്ങൾ. അത് MP പോളിൻ്റെ സൗന്ദര്യത്തിൻ്റെ അധിഷ്ഠാനം, എസ് ഗുപ്തൻ നായരുടെ സ്വാതിയുടെ സന്നിധിയിൽ, MN വിജയൻ്റെ സ്വർണ്ണ മത്സ്യങ്ങൾ, സുകുമാർ അഴീക്കോടിൻ്റെ മതവും മതങ്ങളും. ഇങ്ങനെ 4 ലേഖനങ്ങളാണ് ഒന്നാമത്തെ മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത്. രണ്ടാമത്തെ മൊഡ്യൂളിലേക്ക് വരുമ്പോൾ നമുക്കതിൽ കഥകളാണ്. 3 കഥകളാണ് രണ്ടാമത്തെ മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. മലയാറ്റൂരിൻ്റെ സൂചിമുഖി, M സുകുമാരൻ്റെ അയൽ രാജാവ്, മാനസിയുടെ ഓരിതൾ. ഇങ്ങനെ 3 കഥകളാണ് രണ്ടാമത്തെ മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത്. മൂന്നാമത്തെ മൊഡ്യൂളിലേക്ക് വരുമ്പോൾ നമുക്ക് നോവലാണ് പഠിക്കാനുള്ളത്. അത് ജയമോഹൻ്റെ 100 സിംഹാസനങ്ങൾ എന്ന നോവലാണ് നമുക്ക് പഠിക്കാനുള്ളത്. നാലാമത്തെ മൊഡ്യൂളിൽ വരുന്നത് യാത്രാ വിവരണമാണ്. N പ്രഭാകരൻ്റെ കുടക് കുറിപ്പുകൾ എന്ന യാത്രാ വിവരണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇപ്പം നമ്മൾ ആദ്യം കഥയിൽ നിന്ന് പഠിച്ചു തുടങ്ങാം. നമ്മൾ കഥ പഠിക്കുന്നതിന് മുൻപായിട്ട് എന്താണ് മലയാള ചെറുകഥയുടെ വികാസ ചരിത്രങ്ങൾ എന്താണ് എന്നൊക്കെയുള്ള അടിസ്ഥാനപരമായിട്ടുള്ള അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് വരാം. അതിനുശേഷം നമുക്ക് പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ നമുക്കറിയാം, ലോകത്ത് ആദ്യം രൂപം കൊണ്ട സാഹിത്യരൂപം എന്താണ്? കവിതയാണ്. പിന്നീട് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് കഥ രൂപം പ്രാപിക്കുന്നതും. അപ്പോൾ അന്നത്തെ കഥകൾ എങ്ങനെയൊക്കെയുള്ളതായിരുന്നു? ബൈബിൾ കഥകൾ, യക്ഷിക്കഥകൾ, മതകഥകൾ, അതുപോലെ പുരാണ കഥകൾ, ഇതൊക്കെയായിരുന്നു ആദ്യത്തെ കഥാരൂപങ്ങൾ. നമുക്കറിയാം, അന്ന് കുറേ യക്ഷിക്കഥകളും ബൈബിൾ കഥകളും മതവുമായിട്ട് ബന്ധപ്പെട്ട കഥകൾ, പുരാണ കഥകൾ, ഇതൊക്കെയായിരുന്നു അന്നിങ്ങനെ പ്രചരിച്ചിരുന്നത്. പിന്നീട് ബാഹ്യമോ ആന്തരമോ ആയ ഒരൊറ്റ സംഭവത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാവനാ സൃഷ്ടിയാണ് ചെറുകഥയെന്ന് സോമർസെറ്റ് മോം അഭിപ്രായപ്പെടുന്നുണ്ട്. ചെറുകഥയ്ക്ക് ഒരു നിർവചനം നൽകിയതാണ് അദ്ദേഹം. അപ്പോൾ ഇവിടെ വായനക്കാരൻ്റെ മനസ്സിൽ ശക്തമായ ഒരനുഭൂതിയോ ചലനമോ ഉണ്ടാക്കാൻ കഴിയുന്നതായിരിക്കണം ചെറുകഥ. അപ്പോൾ എങ്ങനെയാണ് ചെറുകഥ എന്ന് പറയുന്നത്? ഇവിടെ വായനക്കാരൻ്റെ മനസ്സിൽ ശക്തമായ ഒരു അനുഭൂതിയോ ചലനമോ ഉണ്ടാക്കാൻ കഴിയുന്നതായിരിക്കണം ചെറുകഥ. അപ്പോൾ ഇവിടെ ഉത്തേജനമാണ് ചെറുകഥയുടെ ആദ്യ ധർമ്മം. ചെറുകഥയുടെ ആദ്യ ധർമ്മം എന്ന് പറയുന്നത് വായനക്കാരനെ വികാരം കൊള്ളിക്കാൻ, ഉത്തേജനം നൽകാൻ കഴിയുന്നതായിരിക്കും. അതായിരിക്കണം ചെറുകഥയുടെ ആദ്യ ധർമ്മം. ബുദ്ധിപരമായ വ്യാപാരത്തിന് അതിൽ 2ാം സ്ഥാനം മാത്രമേ ഉള്ളൂ. ബുദ്ധിപരമായിട്ടുള്ള വ്യാപാരത്തിന് അതിൽ 2ാം സ്ഥാനമാണ് ഉള്ളത്. അധികം വർണ്ണനകളോ കൂടുതൽ കഥാപാത്രങ്ങളോ അനേകം രംഗങ്ങളോ ചെറുകഥയിൽ ആവശ്യമില്ല. ഇനി ചെറുകഥയിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? അധികം വർണ്ണനകൾ വേണ്ട, അതേപോലെ കൂടുതൽ കഥാപാത്രങ്ങളോ അതുപോലെ ഒരുപാട് രംഗങ്ങളോ ഒന്നും തന്നെ നമുക്ക് ചെറുകഥയിൽ ആവശ്യമില്ല. നമ്മൾ കവിതയിലൊക്കെ ആണെങ്കിൽ എന്താണ്, വർണ്ണനകളൊക്കെ ഒരുപാട് കടന്നു വരാറുണ്ട്. പക്ഷെ നമുക്ക് ചെറുകഥയിലേക്ക് ഇത് വേണ്ട. ഇന്ന് ഈ ധാരണകൾക്ക് വലിയ മാറ്റം സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ളതും ശ്രദ്ധേയമാണ്. രൂപപരമായ ഹ്രസ്വതയും ശില്പദാർഢ്യവും സ്ഥൂലതയെ പുറന്തള്ളി സൂക്ഷ്മതയിലേക്കുള്ള അതിൻ്റെ നീക്കവും ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് ആ ഒരു മാറ്റത്തെ വ്യക്തമാവുന്നതുമാണ്. ഇനി മലയാള ചെറുകഥയുടെ വികാസ ചരിത്രങ്ങളിലേക്ക് പോവാം. അപ്പോൾ ചെറുകഥയുടെ വികാസം നമുക്കറിയാം. ചെറുകഥയുടെ ആ ഒരു ചരിത്രത്തിലേക്ക് പോകുമ്പോൾ തന്നെ പ്രാചീന കാലത്ത് തന്നെ ലോകത്ത് കഥകൾ പ്രചരിച്ചിരുന്നു എന്നുള്ളതാണ്. എന്നാൽ 19ാം നൂറ്റാണ്ടിലാണ് ചെറുകഥ ഒരു സാഹിത്യ രൂപമായി അരങ്ങേറിയത്. അപ്പോൾ ഏത് നൂറ്റാണ്ടിലാണ്? 19ാം നൂറ്റാണ്ടിലാണ് ചെറുകഥ ഒരു സാഹിത്യ രൂപമായിട്ട് അരങ്ങേറിയത്. ഇവിടെ എലിസബത്ത് ബോവൻ്റെ അഭിപ്രായത്തിൽ
19-ാം നൂറ്റാണ്ടിൻ്റെ പുത്രിയാണ് ചെറുകഥ എന്നാണ് അദ്ദേഹം പറയുന്നത്. റഷ്യൻ സാഹിത്യകാരൻ നിക്കോളായ് ഗോഗോൾ, അതുപോലെ അമേരിക്കൻ സാഹിത്യകാരൻ എഡ്ഗാർ എന്നിവരാണ് വിശ്വസാഹിത്യത്തിൽ ചെറുകഥാ പ്രസ്ഥാനത്തിന് വിത്തുപാകിയത്. അപ്പം നമ്മൾ വിശ്വസാഹിത്യത്തിൽ ചെറുകഥാ സാഹിത്യത്തിന് അല്ലെങ്കിൽ ആ ഒരു പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത് ഇവരാണ്. അമേരിക്കൻ സാഹിത്യകാരനായിട്ടുള്ള എഡ്ഗാറും അതേപോലെ തന്നെ നിക്കോളാ ഗോഗോൺ, ഇവരൊക്കെയാണ് ഈ വിശ്വസാഹിത്യത്തിൽ ചെറുകഥാ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളവർ. അപ്പം ഇവരോടൊപ്പം നമ്മൾ ഓർക്കേണ്ടതായിട്ടുള്ളവരാണ് അമേരിക്കൻ സാഹിത്യകാരനായ വാഷിങ്ടൺ ഇർവിങ്, നഥാനിയൽ ഹാത്തോൺ എന്നിവർ. അപ്പോൾ കാൽപ്പനിക പ്രവണതകളിൽ മുങ്ങി കുളിച്ചു നിന്ന ചെറുകഥയെ, അപ്പോൾ കാൽപ്പനികത അല്ലെ, റൊമാൻറ്റിക്, ആ ഒരു കാലഘട്ടത്തിൽ അങ്ങ് മുങ്ങി കുളിച്ചു നിന്നിരുന്ന ആ ഒരു ചെറുകഥയെ റിയലിസത്തിൻ്റെ, യാഥാർത്ഥ്യത്തിൻ്റെ പാതയിലേക്ക് നയിച്ചതാരാണ്? ഗോഗോളാണ്. 1885 ബ്രാൻഡർ മാത്യൂസ് ചെറുകഥയുടെ ദർശനം എന്ന പ്രമാണ ലേഖനം പ്രസിദ്ധീകരിച്ചതോടെ ഒരു പ്രത്യേക സാഹിത്യ പ്രസ്ഥാനമായിട്ട് ചെറുകഥ അംഗീകരിക്കപ്പെട്ടു. അപ്പോൾ ആരാണ്? 1885 ഇവിടെ ബ്രാൻഡർ മാത്യൂസ് ചെറുകഥയുടെ ദർശനം എന്നുള്ള ഒരു ലേഖനം, പ്രസിദ്ധമായിട്ടുള്ള ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചതോടെയാണ് ഒരു പ്രത്യേക സാഹിത്യ പ്രസ്ഥാനമായിട്ട് ചെറുകഥ അംഗീകരിക്കപ്പെടുന്നതും. ഇനി ആന്റൺ ചെഖോവും ഗീതെ മോപ്പസാങ്ങും ചെറുകഥയെ അത്യാകർഷകമായ സാഹിത്യ ശാഖയാക്കി വളർത്തിയെടുക്കാൻ നേതൃത്വം നൽകി. ഇനി ആ ഒരു ചെറുകഥാ സാഹിത്യ ശാഖയെ വളർത്തിയെടുക്കാൻ സഹായിച്ചിട്ടുള്ള ആളുകളാണ് ആര്? ആന്റൺ ചെഖോവും ഗീതെ മോപ്പസാങ്ങും ഒക്കെ. അവരാണ് അതിനെ വളർത്തിയെടുക്കാൻ, ഒരു വലിയ സാഹിത്യ ശാഖയാക്കി വളർത്തിയെടുക്കാൻ നേതൃത്വം നൽകി എന്നുള്ളതാണ്. ഇനി ഇംഗ്ലീഷ് സാഹിത്യ സമ്പർക്കമാണ് മലയാള ചെറുകഥയുടെ ആവിർഭാവത്തിന് വഴിയൊരുക്കിയത്. അപ്പം നമുക്ക് മലയാള ചെറുകഥ അതിന് ആ ഒരു വഴിയൊരുക്കിയിട്ടുള്ളത്, മലയാള ചെറുകഥയുടെ ആവിർഭാവത്തിന് വഴിയൊരുക്കിയിട്ടുള്ളത് ഏതാണ്? ഇംഗ്ലീഷ് സാഹിത്യത്തിൻ്റെ സമ്പർക്കമാണ്. ഇപ്പം നമുക്കറിയാം മലയാളത്തിലെ തന്നെ ആദ്യത്തെ ചെറുകഥയായിട്ട് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ളത്, ചരിത്രങ്ങളിൽ ഇടം നേടിയിട്ടുള്ളത് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ വാസന വികൃതി എന്ന കഥയാണ് മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ. അപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ കഥാകാരനായി പരിഗണിച്ചു വരുന്നത് ഇദ്ദേഹത്തെയാണ്. അപ്പോൾ വിദ്യാവിനോദിനി മാസികയിൽ പ്രസിദ്ധീകരിച്ച വാസന വികൃതി എന്ന കഥ, അപ്പോൾ ഈ വാസന വികൃതി ഏതിലാണ് പ്രസിദ്ധീകരിച്ചിരുന്നത്? വിദ്യാവിനോദിനി എന്ന മാസികയിലാണ് ഈ കഥ പ്രസിദ്ധീകരിച്ചിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ മലയാളത്തിലെ ആദ്യകാല കഥാകാരന്മാരുമുണ്ട്. ആരൊക്കെയാണ് മലയാളത്തിലെ ആദ്യകാല കഥാകാരന്മാർ? നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരും, മൂർക്കോത്ത് കുമാരൻ, CS ഗോപാലപ്പണിക്കർ, അമ്പാടി നാരായണ പൊതുവാൾ, MR കേസി, ഒടുവിൽ കുഞ്ഞികൃഷ്ണമേനോൻ, K സുകുമാരൻ, കുറ്റിപ്പുറത്ത് കിട്ടുണ്ണി നായർ, അപ്പൻ തമ്പുരാൻ, ഇവരൊക്കെയാണ് ആദ്യകാല മലയാളത്തിലെ ആദ്യകാല കഥാകാരന്മാർ. ഇവരുടെ കഥകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അതിനെ പറയുന്നത്: പറഞ്ഞാൽ നുണ, എഴുതിയാൽ കഥ. ഇങ്ങനെ ഈ ഒരു നിലപാടുള്ളതായിരുന്നു ഇവരുടെ കഥകൾ. ഫലിതം, അമളി, വർണ്ണന, അത്ഭുതം തുടങ്ങിയ ചേരുവകളായിരുന്നു ആ കഥയിൽ നിറഞ്ഞു നിന്നിരുന്നത്. അപ്പം അവരുടെ ഈ ആദ്യകാല മലയാളത്തിലെ ഈ കഥാകാരന്മാരുടെ കഥകളിൽ അധികവും നിലനിന്നിരുന്നത് എന്തൊക്കെയാണ്? അതിൽ ഫലിതമുണ്ടായിരുന്നു, അതേപോലെ അമളി, വർണ്ണന, അത്ഭുതം തുടങ്ങിയിട്ടുള്ള ചേരുവകളൊക്കെയായിരുന്നു ആ ആദ്യകാല കഥകളിൽ നിറഞ്ഞ് നിന്നിരുന്നതോ എന്നുള്ളതും ശ്രദ്ധേയമാണ്. അങ്ങനെ ഈ കഥകൾക്ക് ശേഷം മലയാള കഥാലോകം നവോത്ഥാന ഘട്ടത്തിലൂടെയും ആധുനിക ഘട്ടത്തിലൂടെയും കടന്നുപോയി എന്നുള്ളതാണ്. നമുക്കറിയാം എല്ലാത്തിനെയും അടയാളപ്പെടുത്തുന്നത് എന്താണ്? കാലഗണനയാണ്, ഓരോ കാലഘട്ടങ്ങളെയാണ് അല്ലേ. അപ്പോൾ നവോത്ഥാനം വന്നു,
ആധുനികം വന്നു. ഇങ്ങനെ ഈ ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നുപോയി. 1930 മലയാള ചെറുകഥയുടെ നവോത്ഥാന ഘട്ടം ആരംഭിച്ചതായി നിരൂപകർ കണക്കാക്കുന്നു. എപ്പോഴാണ് നവോത്ഥാന ഘട്ടം മലയാള ചെറുകഥയിൽ ആവിർഭവിച്ചത് എന്നുള്ളത് ഇവിടെ നിരൂപകർ പറയുന്നത് 1930 ഇങ്ങനെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെയും സ്വാധീനം ഇക്കാലത്തെ കഥകളിൽ കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഈ 30കളിലാണ് ഈ നവോത്ഥാന ഘട്ടം ആരംഭിച്ചത്. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ്, ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെയും ഒക്കെ സ്വാധീനം ഇക്കാലത്തെ കഥകളിലും കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. നവോത്ഥാന കഥാകൃത്തുക്കൾ സൃഷ്ടിച്ച സാമൂഹിക രാഷ്ട്രീയ കഥാപ്രപഞ്ചത്തിന് പകരം, അപ്പോൾ ഈ നവോത്ഥാന കാലഘട്ടത്തിലെ കഥാകാരന്മാർ സൃഷ്ടിച്ച അവരുണ്ടാക്കിയ സാമൂഹിക രാഷ്ട്രീയ കഥാപ്രപഞ്ചത്തിന് പകരം ആത്മനിഷ്ഠവും അതുപോലെ സൂക്ഷ്മവുമായ ആവിഷ്കാരങ്ങളിലൂടെ, എങ്ങനെയൊക്കെയാണ് ഇവിടെ ആത്മനിഷ്ഠം, സ്വയം ആത്മാവാണല്ലേ, മറ്റൊന്ന് സൂക്ഷ്മം, ഇങ്ങനെ ആത്മനിഷ്ഠവും സൂക്ഷ്മവുമായ ആവിഷ്കാരങ്ങളിലൂടെ കഥയെ ധ്വന്യാത്മകമാക്കാനാണ് ആധുനികതയുടെ വക്താക്കളായ കഥാകാരന്മാർ ശ്രമിച്ചത്. അപ്പോൾ നമ്മൾ നവോത്ഥാന ഘട്ടത്തിൽ നിന്ന് ആധുനിക ഘട്ടത്തിലേക്ക് ചെറുകഥ വന്നപ്പോഴുണ്ടായ ഒരു മാറ്റത്തെക്കുറിച്ച് കൂടിയാണ് അവിടെ സൂചിപ്പിക്കുന്നതും. നമുക്കറിയാം ഇവിടെ എങ്ങനെയാണ് ആത്മനിഷ്ഠവും സൂക്ഷ്മവുമായ ആവിഷ്കാരങ്ങളിലൂടെയാണ് കഥയെ ധ്വന്യാത്മകമാക്കാൻ ആധുനികതയുടെ വക്താക്കളായിട്ടുള്ള കഥാകാരന്മാർ ശ്രമിച്ചതും. അപ്പോൾ ഇത്രയും കുറച്ച് കാര്യങ്ങളെങ്കിലും നമുക്ക് അറിഞ്ഞിരിക്കണം, എന്നാലും നമുക്ക് ആ ഒരു മറ്റുള്ള കഥകളിലേക്ക് പോവാനും സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. നമ്മളിതിൽ പറഞ്ഞത് എന്താണ്, മലയാള ചെറുകഥ അത് എത്രാമത്തെ നൂറ്റാണ്ടിലാണ് അല്ലേ, 19ാം നൂറ്റാണ്ടിലാണ് ആ ഒരു ചെറുകഥ സാഹിത്യ രൂപമായിട്ട് അരങ്ങേറിയത്. പിന്നീട് അതിലെ ഇംഗ്ലീഷ് സാഹിത്യത്തിൻ്റെ സമ്പർക്കത്തിലൂടെയാണ് മലയാള ചെറുകഥയുടെ ആവിർഭാവത്തിന് വഴിയൊരുക്കിയതെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതേപോലെ തന്നെ ആ ഇംഗ്ലീഷ് സാഹിത്യത്തിലെ പ്രമുഖരായിട്ടുള്ള എഴുത്തുകാരൊക്കെയാണ് ഇങ്ങനെ ഒരു വിശ്വസാഹിത്യത്തിൽ തന്നെ ചെറുകഥാ പ്രസ്ഥാനത്തിന് വിത്ത് പാകിയതെന്നും നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവരെയൊക്കെ എന്താണ്, ഇവരുടെ എല്ലാവരുടെയും പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇങ്ങനെയൊരു മലയാള ചെറുകഥാ പ്രസ്ഥാനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതും. പിന്നീട് നമ്മൾ മലയാളത്തിലെ ആദ്യകാല കഥാകാരന്മാരെക്കുറിച്ചും മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥയെക്കുറിച്ചും, ഏതാണ് മലയാളത്തിൽ ആദ്യത്തെ ചെറുകഥ, വാസനാവികൃതിയാണ്, വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരുടെ. അതേപോലെ തന്നെ അത് ഏത് മാസികയിലാണ് പ്രസിദ്ധീകരിച്ചിരുന്നത്, വിദ്യാവിനോദിനി എന്ന മാസികയിലാണ് അത് പ്രസിദ്ധീകരിച്ച് വന്നിരുന്നത്. അപ്പോൾ ആദ്യകാലത്തെ കഥാകാരന്മാരുടെ കഥകളുടെ പ്രത്യേകത എങ്ങനെയാണെന്നാണ് പറഞ്ഞത്, അവർ പറഞ്ഞാൽ നുണ, എഴുതിയാൽ കഥ എന്നുള്ള രീതിയിലേക്ക് അല്ലേ, എന്നാൽ ഫലിതം, അമളി, വർണ്ണന, അത്ഭുതം തുടങ്ങിയിട്ടുള്ള അത്തരം കാര്യങ്ങളൊക്കെയായിരുന്നു അന്നത്തെ ആ കഥകളിലൊക്കെ നിറഞ്ഞ് നിന്നിരുന്നത്. പിന്നീട് ഈ മലയാള കഥാലോകം നവോത്ഥാന ഘട്ടത്തിലൂടെയും ആധുനിക ഘട്ടത്തിലൂടെയൊക്കെ കടന്നുപോയി എന്നുള്ളതാണ്. അപ്പോൾ അതിൽ വന്ന മാറ്റങ്ങളെ കൂടിയിട്ട് പറയുന്നുണ്ട്. അതേപോലെ കാൽപ്പനിക കാലഘട്ടത്തിൽ നിന്നും റിയലിസത്തിലേക്ക്, യഥാർത്ഥ ആ ഒരു ലോകത്തിലേക്കും കഥയുടെ മാറ്റങ്ങൾ എങ്ങനെയാണ് വന്നതെന്നും പറയുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ആമുഖം എന്ന നിലയിൽ, അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന നിലയ്ക്ക് ഈ ചെറുകഥയെക്കുറിച്ചിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ള കഥയിലേക്കും ആ എഴുത്തുകാരനിലേക്കും ആ കഥയുടെ വിശദീകരണത്തിലേക്കൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം.